ഈ സർക്കാരിന്റെ 4 വർഷം 7708 കോടി രൂപ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിജയകരമായി സൗജന്യമായി കരൾമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് സാർ. ഗ്രാമീണ മേഖലയിൽ 17,054 രൂപ. ഞാൻ പറയുന്നല്ല, നിങ്ങളുടെയൊക്കെ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, അതിലൊന്ന് സെർച്ച് ചെയ്താൽ കാണാം. സർ, കേരളത്തിലെ നമ്മുടെ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സ്കീമുകൾ കിട്ടുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. സർ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അന്ന് മന്ത്രി പറഞ്ഞ ഒരു മറുപടി, ഞങ്ങളുടെ തകരാറല്ല, സിസ്റ്റത്തിൻ്റെ തകരാറാണ്. മന്ത്രിയോട് പറഞ്ഞു, ഒന്നാം പിണറായി ഗവൺമെൻറ്, രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷത്തിലാണ്. ഈ 10 വർഷം കഴിയുമ്പോഴും ഈ സിസ്റ്റത്തിൻ്റെ തകരാറ് എന്താണെന്ന് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ? സിസ്റ്റത്തിൻ്റെ തകരാറ് എന്താണെന്ന് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊന്ന് വിശദമാക്കാൻ കഴിയും. പത്തനംതിട്ടയിൽ കുമ്പഴയിൽ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ യൂറോളജി വകുപ്പ് മേധാവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള എൻ്റെ മറുപടിയായിരുന്നു സർ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് പറഞ്ഞു, ഒരു വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ മുടങ്ങി എന്നത് ആ ഡോക്ടർക്ക് ആ രീതിയിൽ ഫീൽ ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളത് അന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സാർ, ഇതിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യുപ്മെൻറ്റ് പ്രൊക്യൂർ ചെയ്യാൻ കഴിയില്ല സാർ. ഇപ്പോൾ ഈ സഭയിൽ തന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു സാർ. സാർ, ഇതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രൊസീജിയറിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ സൂപ്രണ്ടുമാർക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക 1 ലക്ഷം രൂപയാണ്, ഒരു HDSൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ. സാർ, ഇപ്പോൾ എക്യുപ്മെൻസിൻ്റെയൊക്കെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ 1 ലക്ഷം രൂപ എന്നുള്ള ഫിനാൻഷ്യൽ ക്യാപ്പ് ഉയർത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സാർ. ഇൻഷുറൻസ് കിട്ടുന്നതിന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു സാർ. 2015-16 അവരുടെ സർക്കാരിൻ്റെ അവസാന കാലയളവായിരുന്നല്ലോ സാർ. അന്ന് 114 കോടി രൂപയാണ് സംസ്ഥാനത്ത് ഇൻഷുറൻസ് ആയിട്ട് ആളുകൾക്ക് നൽകിയിരുന്നത് സാർ. 2024-25 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1498.5 കോടി രൂപ സാർ. സാർ, ഈ 4 വർഷം ഈ സർക്കാരിൻ്റെ 4 വർഷം 7708 കോടി രൂപ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ. എത്ര ലക്ഷമാണ്? 25,17,000 ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ. സാർ, ഇത് ഒരു പ്രത്യേക പ്രൊസീജിയർ മാത്രമല്ല, എല്ലാ പ്രൊസീജിയറും. ഇപ്പോൾ കരൾമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ UDFൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല സാർ. അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയപ്പോൾ നിർഭാഗ്യവശാൽ രോഗി മരിച്ചുപോയി. പക്ഷേ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിജയകരമായി സൗജന്യമായി, പരമാവധി സൗജന്യമായി അല്ലെങ്കിൽ മിതമായ നിരക്കിൽ കരൾമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് സാർ. ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രിയാണ്. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ലൈസൻസ് ഉള്ളതാണ് സാർ. സാർ, മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, കരൾമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ പറയുമ്പോൾ സാർ സ്വകാര്യ മേഖലയിൽ 40-45 ലക്ഷം രൂപയാണ് സാർ. അതാണ് സൗജന്യമായി നൽകുന്നത് സാർ. ഈ മാറ്റം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടി സാർ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് NSSO നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും സാർ. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടോ? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് സാർ. സാർ, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേയുടെ ഓഫീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സാർ, 2016 ഗ്രാമീണ മേഖലയിൽ 17,054 രൂപ. ഞാൻ പറയുന്നല്ല, നിങ്ങളുടെയൊക്കെ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, അതിലൊന്ന് സെർച്ച് ചെയ്താൽ കാണാം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് ഗ്രാമീണ മേഖലയിൽ 2016 17,054 രൂപ, നഗരമേഖലയിൽ 23,123 രൂപ. സാർ, 2024 റിപ്പോർട്ട് എത്രയാണെന്ന് അറിയാമോ സാർ? ഗ്രാമീണ മേഖലയിൽ 17,000 എന്നുള്ളത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ 7,000 കുറഞ്ഞു, 10,929. നഗരമേഖലയിലെ 23,000 എന്നുള്ളത് 10,000 രൂപ കുറഞ്ഞ് 13,140 രൂപയായി. ഇതാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടത്തിയിരിക്കുന്ന ഇന്റർവെൻഷൻ സാർ.